NCC സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1948 ജൂലൈ 15. NCCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ കാഡറ്റ് കോർപ്സ്. NCC ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ഉത്തരം പ്രതിരോധ മന്ത്രാലയം. ആരുടെ അധ്യക്ഷതയിലാണ് നാഷണൽ കോർപ്സ് കമ്മിറ്റി സ്ഥാപിതമായത്? ഉത്തരം പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു. NCCയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? ഉത്തരം സീനിയർ അണ്ടർ ഓഫീസർ. ഇന്ത്യയിൽ ഒട്ടാകെ നിലവിൽ എത്ര NCC ഡയറക്ടറേറ്റുകളുണ്ട്? ഉത്തരം 17. NCC പതാകയിലെ 17 ഡയറക്ടറിനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ഏതാണ്? ഉത്തരം താമര. NCC പതാകയിലെ ചുവപ്പ് നിറം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഉത്തരം ഇന്ത്യൻ ആർമി. NCC പതാകയിലെ കടും നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം നാവികസേന. NCC ഒരു ത്രിവർണ്ണ പതാക ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം? ഉത്തരം 1954. NCC പതാകയിലെ ഇളം നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വായുസേന അഥവാ വ്യോമസേന. NCCയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക ഗീതം എഴുതിയത് ആരാണ്? ഉത്തരം സുദർശൻ ഫാക്കിർ. NCCയുടെ ആദ്യത്തെ ഔദ്യോഗിക ഗീതം എന്തായിരുന്നു? ഉത്തരം കദം മിലാക്കി ചാൽ. NCC പതാകയിൽ ഇംഗ്ലീഷ് അക്ഷരത്തിൽ NCC എന്നത് ഏത് നിറത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഗോൾഡൻ കളർ. NCCയുടെ ആദർശവാക്യം എന്താണ്? ഉത്തരം യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. NCCയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. NCCയുടെ ഇപ്പോഴത്തെ ഔദ്യോഗിക ഗീതം ഏതാണ്? ഉത്തരം ഹം സബ് ഭാരതീയ ഹൈ. NCC ദിനം എന്നാണ്? ഉത്തരം നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച. ആർമി ദിനം എന്നാണ്? ഉത്തരം ജനുവരി 15. ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. NDA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ ഡിഫൻസ് അക്കാദമി. NCCയുടെ ആപ്തവാക്യം നിലവിൽ വന്ന വർഷം? ഉത്തരം 1957 ഡിസംബർ 23. NCCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഉത്തരം 1917 ആരംഭിച്ച യൂണിവേഴ്സിറ്റി കോർപ്സ്. NCC ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപിച്ചത്? ഉത്തരം 1946 HN ഖുസ്രു കമ്മിറ്റി. ഇന്ത്യയിലെ NCC സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഉത്തരം 1948 നാഷണൽ കാഡറ്റ് കോർപ്സ് ആക്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്ന വർഷം? ഉത്തരം 2025 ഏപ്രിൽ 22. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ഭീകരവാദം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ മിഷൻ? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? ഉത്തരം 1999. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ഉത്തരം 1919.
ജാലിയൻവാല ബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമൃതസർ. NCCയുടെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം കേണൽ GG ബൈബർ. ലോക യോഗാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 21. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. OTA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓഫീസർ ട്രെയിനിങ് അക്കാദമി. NDA എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെ. NCCയുടെ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ഉത്തരം 3. NCCയിൽ അംഗമാകുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര്? ഉത്തരം കേഡറ്റ്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഭഗത് സിംഗിൻ്റെ ജനനസ്ഥലം എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. സ്വാമി വിവേകാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസർ. എത്ര തരം സല്യൂട്ടുകളുണ്ട്? ഉത്തരം 3. ANOയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അസോസിയേറ്റ് NCC ഓഫീസേഴ്സ്. NCCയുടെ ആദ്യ ഡയറക്ടറേറ്റായി നിയമിതനായത് ആരാണ്? ഉത്തരം കേണൽ KJ ബാബർ. NCC പതാകയിലെ 2 കുത്തുകളുടെ അർത്ഥമെന്താണ്? NCC പതാകയിൽ 17 താമരകൾക്കൊപ്പം 2 കുത്തുകളുണ്ട്. ഈ 2 കുത്തുകൾ NCCയുടെ 2 പ്രധാന പരിശീലന സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ 2 സ്ഥാപനങ്ങളിൽ ഒന്ന് ഗോളിയാറിലെ വനിതാ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയാണ്. ഇവിടെ വനിതാ NCC അസോസിയേറ്റുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ക്യാപ്റ്റനിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയാണ്. ഇവിടെ പുരുഷ NCC അസോസിയേറ്റുകളെ പരിശീലിപ്പിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഹസ്രത്ത് മൊഹാനി. വിപ്ലവം നീണാൾ വാഴട്ടെ എന്നാണ് അർത്ഥം. 1921 ഈ മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിച്ചത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.